ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ പി മുജീബ് റഹ്മാൻ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി CPM-നൊപ്പം നിലകൊള്ളുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. CPM-നൊപ്പം. പക്ഷേ CPM കാലുവാരി. CPM ഇപ്പോൾ പറയുന്നത് എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും മുസ്ലിം ലീഗ് കോർത്തിണക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തോൽവി സംഭവിച്ചത്. വർഗീയത പ്രചരിപ്പിക്കുന്നു ലീഗ്, മത അടിസ്ഥാനത്തിൽ പ്രചരണങ്ങൾ നടത്തുന്നു, അതാണ് തോൽവിക്ക് അടിസ്ഥാനം, അല്ല അതാണ് CPM എതിർക്കുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത്. അപ്പോൾ ബഷീർ പറയുന്നു, ഒന്ന് മുജീബ് റഹ്മാൻ പറയുന്നു, തമിഴ്നാട്ടിലും രാജസ്ഥാനിലും CPM എങ്ങനെ ജയിച്ചു? CPM-ന് അവിടുത്തെ വോട്ട് ബാങ്ക് ഏതാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ബാങ്കാണ്, മുസ്ലിങ്ങളുടെ വോട്ടുകളാണ് അവിടെ CPM-നെ വിജയിപ്പിക്കുന്നത്. പിന്നെ മതനിരപേക്ഷത എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന CPM നേതാക്കളും അണികളും ഇപ്പോൾ മതനിരപേക്ഷതയാണോ കാണിക്കുന്നത് എന്ന് മുജീബ് റഹ്മാൻ ചോദിക്കുന്നു. തീർച്ചയായിട്ടും അത് വളരെ വലിയ പ്രസക്തമായ ചോദ്യമാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നടക്കുന്നത് CPM നടത്തുന്ന വർഗീയ പ്രചരണത്തിൻ്റെയാണ്, വർഗീയ ധ്രുവീകരണത്തിൻ്റെ വാർത്തകളും അതുപോലെ തന്നെ ക്യാമ്പയിനും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിൽ മിക്കവാറും രാഷ്ട്രീയ കക്ഷികളൊക്കെ പങ്കുവയ്ക്കുന്നത്. CPM-ന് ഇതെന്തു പറ്റി? 1980-കളിൽ ബദൽ രേഖ കൊണ്ടുവന്നത് എന്തിനാണെന്ന് പാർട്ടിക്കാർക്ക് നന്നായിട്ട് അറിയാം. ബദൽ രേഖയിൽ ആദ്യം മുതലേ തന്നെ മുസ്ലിം സമുദായാംഗങ്ങൾ മുസ്ലിം ലീഗ് CPM-നൊപ്പമായിരുന്നു, ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. എന്നാൽ EMS-ന്റെ കുത്തിത്തിരിപ്പ് കാരണം എന്ത് ചെയ്തു? ഈ മുസ്ലിം ലീഗ് ആ മുന്നണി വിട്ട് കോൺഗ്രസിൽ ചേക്കേറി, UDF-ൽ ചേക്കേറി. അപ്പോൾ എന്ത് ചെയ്തു? CPM-ന്റെ ബലം കുറഞ്ഞു. EK നായനാരുടെ പിന്തുണയോടുകൂടി MV രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ചു. എല്ലാ സമുദായങ്ങളെയും, മലബാറിൽ ശക്തി വേണമെങ്കിൽ മുസ്ലിം സമുദായത്തെയും മുസ്ലിം പാർട്ടിയെയൊക്കെ ഒപ്പം നിർത്തണമെന്നായിരുന്നു ആ ബദൽ രേഖ. അതിനെ വളരെ വലിയ വിമർശനമായി കണ്ട് ഒപ്പം നിന്ന് EK നായനാർ പോലും മറുകണ്ഠം ചാടി MV രാഘവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതൊക്കെ പാർട്ടിയുടെ നയമാണ്. പിന്നീട് എന്താണ് പാർട്ടി ചെയ്തു വന്നത്? മുസ്ലിം ലീഗിനെ എങ്ങനെ കൂടെ കൂട്ടാമെന്നായിരുന്നു റിസർച്ച്. മുസ്ലിം സമുദായാംഗങ്ങളെ എങ്ങനെ കൂടെ കൂട്ടാം, അതിൻ്റെ ഭാഗമായാണ് 3 പതിറ്റാണ്ടായി ജമാഅത്തെ ഇസ്ലാമിയെ CPM ഒപ്പം നിർത്തിയിരുന്നത്. ഇപ്പോൾ അവരെ തള്ളിപ്പറയുന്നു. എന്തിനാണ് തള്ളിപ്പറയുന്നത്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയുടെ ഒരു വിഭാഗം ആളുകളും SDP-യും ഒക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ആർക്കൊപ്പമായിരുന്നു? ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു. അവരെയാണ് പിന്തുണച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ പാലം വലിച്ചു. എന്തുകൊണ്ട്? കാരണം ഈ പാർട്ടിയുടെ മുസ്ലിം പ്രീണനം, മുഹമ്മദ് റിയാസിനെ അടുത്ത മുഖ്യമന്ത്രിയാക്കുക, മലപ്പുറത്ത് നിന്ന് അടുത്ത MP-മാരെ കൊണ്ടുവരിക എന്ന തരത്തിലുള്ള CPM-ന്റെ പ്രചരണങ്ങൾ കാരണം, CPM-ന്റെ അത്തരത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം കാരണം വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ പാലം വലിച്ചു. ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ നേരെ BJP-ക്ക് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഇത് പറ്റിപ്പാണ്, വഞ്ചനയാണ് എന്ന് തിരിച്ചറിഞ്ഞു. വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവരും പാർട്ടിക്കെതിരെ നിലകൊണ്ടു. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടി. ഇത് തിരിച്ചറിഞ്ഞ ശേഷമാണ് പാർട്ടി പറയുന്നത്, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾക്ക് പിഴവ് പറ്റി, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾക്ക് ന്യൂനപക്ഷ പ്രീണനമല്ല, ഞങ്ങൾക്ക് ഇനി ഭൂരിപക്ഷ പ്രീണനമാണ് ആവശ്യം, അതുകൊണ്ട് BJP-യുമായി അന്തർധാരയുണ്ടാക്കി. ഇതൊന്നും പറയുന്നത് ഞാനല്ല, മുജീബ് റഹ്മാനാണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത്. അന്തർധാര ആരുമായിട്ടുണ്ടാക്കി? BJP-യുമായിട്ടുണ്ടാക്കി. BJP-യുമായിട്ട് അന്തർധാര ഉണ്ടാക്കുകയും BJP-യെ ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണയ്ക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സുരേന്ദ്രനൊക്കെ പല കേസിൽ നിന്നും ഊരിപ്പോകുന്നത്. ശബരിമല വിവാദം പോലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ്, പൂരം കലക്കൽ പോലും അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നതെന്നുള്ള അനുമാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി. കാരണം മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിക്കുന്ന, ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ഞങ്ങൾക്ക് നേട്ടമില്ല എന്ന CPM-ന്റെ കപടമായ തിരിച്ചറിവ്. CPM-ന് മുസ്ലിം വോട്ട് വേണ്ട, ഞങ്ങൾക്ക് ഹിന്ദു വോട്ട് മതി, ഹിന്ദുക്കളെ ഞങ്ങൾ ഒരുമിച്ച് ചേർക്കുന്നു, മഹാഭൂരിപക്ഷം ആളുകൾ ഞങ്ങൾക്കൊപ്പം വരും എന്ന മിഥ്യാധാരണയാണ് CPM-ന്റെ പരാജയ കാരണം. ജമാഅത്തെ ഇസ്ലാമിയുടെ 3 പതിറ്റാണ്ട് ഞങ്ങളുടെ വോട്ടുകൾ CPM-ന് പ്രിയങ്കരമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളെ തള്ളിപ്പറയുന്നത് എന്തിനാണ്? ഞങ്ങളെ ഹിന്ദുത്വ ഭീകരതയെ കൂടെ കൂട്ടുകയും ഞങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്നത് എന്തിനാണെന്നാണ് മുജീബ് റഹ്മാൻ ചോദിക്കുന്നത്. തീർച്ചയായും ആ ചോദ്യം പ്രസക്തമാണ്. കഴിഞ്ഞ 3 മാസത്തെ MV ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനങ്ങൾ പരിശോധിക്കുക. അതിൽ എത്ര തവണ BJP-യെ വിമർശിച്ചിട്ടുണ്ട്, എത്ര തവണ ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചിട്ടുണ്ട്? കടന്നാക്രമിക്കുന്നത് മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയെ, SDP-ഐ തുടങ്ങിയ സംഘടനകളെയാണ്. BJP പറയും ഞങ്ങൾ BJP-യുമായി സന്ധിയില്ല, സമരമാണ് എന്ന് പറയും. ബാക്കി കടന്നാക്രമിക്കുന്ന മുഴുവൻ ന്യൂനപക്ഷ ഇത്തരത്തിലുള്ള സമുദായ സംഘടനകളെയാണ്. അപ്പോൾ ന്യൂനപക്ഷ സംഘടനകൾ അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾ CPM-നെ വിശ്വസിക്കുമോ? ഇത് കോമൺ സെൻസ് ആണ്, തീരെ നിസ്സാരമായ ഒരു ചോദ്യമാണ്.
മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇലക്ഷന്റെ തലയ്ക്കും തലേ ദിവസം വിളിച്ചു പറയുന്നു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തീവ്രവാദ സംഘങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു എന്ന്. ഇത് തങ്ങൾ കുടുംബത്തെ അധിക്ഷേപിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം സമുദായാംഗത്തിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പോൾ സമസ്തയിലെ ഒരു വിഭാഗം ലീഗ് വിരോധികൾ CPM-നെ പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമസ്തയുടെ മുഖപത്രത്തിലൊക്കെ അങ്ങനെ വർഗീയ പരസ്യമൊക്കെ വന്നത് ആ തരത്തിലാണ്. മാനേജ്മെന്റ് എതിരായിട്ട് പോലും അത്തരം പരസ്യമൊക്കെ വന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അങ്ങനെ സമസ്തയിലെ ഒരു വിഭാഗം, ആത്മീയ നേതാക്കളിൽ ഒരു വിഭാഗം മുസ്ലിങ്ങൾ CPM-നെ പിന്തുണയ്ക്കുന്നുണ്ട്. മറുചേരിയിലാണ്, ലീഗിനൊപ്പമാണ് കൂടുതലും മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ സമുദായാംഗങ്ങൾ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കൊപ്പമാണ്, SDPIക്കൊപ്പമാണ്. അവരൊന്നും തന്നെ CPM-നെ ഇപ്പോൾ സംരക്ഷിക്കുന്നില്ല, CPM-നൊപ്പം പോകാൻ തയ്യാറല്ല എന്നും മുജീബ് റഹ്മാൻ പറഞ്ഞു വെക്കുന്നു. തീർച്ചയായും CPM ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറാകണം. തങ്ങൾ ഏത് പക്ഷത്താണ്? തങ്ങൾ ജനങ്ങളുടെ പക്ഷത്താണോ, അതോ വർഗീയ പക്ഷത്താണോ, അതോ മതനിരപേക്ഷതയുടെ പക്ഷത്താണോ എന്ന് CPM ആത്മപരിശോധന ചെയ്യേണ്ട സമയമാണ് അതിക്രമിക്കുന്നത്.